തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ 76-ാം ഡിവിഷൻ 2020 സ്ഥാനാർത്ഥി ഷീല ഗ്രേസ് ആണ് ഉള്ളത്. വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നഗരസഭ 76-ാം ഡിവിഷൻ ഫോർട്ട് കൊച്ചി വെളി വാർഡിൽ മത്സരിക്കുന്ന ഷീല ഗ്രേസ് ഏജയാണ്. നാട്ടുകാർ സ്നേഹത്തോടെ ഷീല ടീച്ചർ എന്ന് വിളിക്കുന്ന ഷീല ഗ്രേസ് രാവിലെ മുതൽ തന്നെ ഭവന സന്ദർശനത്തിലായിരുന്നു. 2020-യെ അധികാരത്തിലെത്തിച്ചാൽ അഴിമതി മുക്ത ഭരണം സൃഷ്ടിക്കുമെന്നും അഴിമതി തുടച്ചു നീക്കുമെന്നും ഷീല ഗ്രേസ് പറയുന്നു. ഡിവിഷനിലെ വോട്ടർമാർക്കിടയിൽ 2020-ക്ക് ഏറെ പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നും 2020-യെ വോട്ടർമാർ വിജയിപ്പിക്കുമെന്നും ഷീല ഗ്രേസ് പറഞ്ഞു. ഷീല ഗ്രേസിന്റെ വാക്കുകളിലേക്ക്. ഓക്കെ, ഷീല ഗ്രേസ് നമസ്കാരം. നമസ്കാരം. 76-ാം ഡിവിഷന്റെ 2020-യുടെ സ്ഥാനാർത്ഥി. അതെ, നമുക്കറിയാം, ഇപ്പൊ പ്രചരണം അവസാന ലാപ്പിനോട് അടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഞായറാഴ്ച, അതായത് നാളെ ആണ് പരസ്യ പ്രചരണം അവസാനിപ്പിക്കേണ്ടത്. ഈ ഭാഗത്ത് ഏതാണ്ട് ഇന്ന് അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഷപ്പിന്റെ സ്ഥാനാരോഹണം കൊണ്ടിട്ട് അങ്ങനെ എന്തായാലും ഈ സമയത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്താ? ഞങ്ങൾ ഓരോ വീട്ടിൽ കയറുമ്പോഴും ഞങ്ങളോട് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു 5% താഴെ മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് ഇത് വരുന്നത്. ബാക്കി എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റമാണ്. അതായത് നമ്മളുടെ ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊരു മാറ്റമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ, ഞങ്ങൾ 2020 കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ ഈ കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. കൊച്ചിയെ ഒരു ലോകോത്തര നിലവാരത്തിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ പദ്ധതി. അത് ഞങ്ങൾ ഭരണത്തിൽ വരണം, ഞങ്ങൾക്കൊരു ഭരണം കിട്ടണം. എങ്കിൽ നമ്മുടെ ഈ കൊച്ചിയുടെ പ്രധാന പ്രശ്നങ്ങളായ കൊതുക്, മാലിന്യം, ഗതാഗതക്കുരുക്ക്, വെള്ളക്കെട്ട്, അതുപോലെ വെള്ളക്ഷാമം, ഇതിനെല്ലാം ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തും. അതിനൊരു പരിപൂർണ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അല്ലാതെ ഒരു ഇതായിട്ടുള്ള പരിഹാരമല്ല, ശാശ്വത പരിഹാരം അത് തന്നെ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഞങ്ങൾ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഇന്നലെ ഞങ്ങളുടെ ചെയർമാൻ, ഞാൻ ചോദിക്കാം ഇപ്പൊ ഇത്തരം സമീപനം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ ഷീല ഗ്രേസ് എന്ന് പറയുന്നത് 2020-യുടെ സ്ഥാനാർത്ഥി ഷീല ടീച്ചർ, അതായത് നാട്ടുകാരുടെ ഷീല ടീച്ചർ, പക്ഷെ ഔദ്യോഗിക നാമം ഷീല ഗ്രേസ് എന്നാണല്ലോ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ നാട്ടുകാർ ഷീല ടീച്ചർ എന്ന് സ്നേഹത്തോടെ വിളിക്കുമായിരിക്കും. ചെല്ലുമ്പോൾ വോട്ടർമാർ ഇത്തരം കാര്യങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷീല ടീച്ചറോട് പറയാറുണ്ട്. തീർച്ചയായും ഓരോ വ്യക്തികളും, നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നമ്മളുടെ നാടിനൊരു മാറ്റം, ജനങ്ങളുടെ ക്ഷേമം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 2020-യുടെ ചെയർമാൻ സാബു എൻ ജേക്കബ് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി വെളിയിൽ വന്നു സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞത് കൊച്ചി നഗരത്തിൽ അഴിമതിയില്ലാത്ത ഒരു ഭരണം, അതായത് അഴിമതിയെ ഇല്ലായ്മ ചെയ്യും. ഒപ്പം തന്നെ ഇനി എത്ര കോടി രൂപ ചെലവായാലും കൊച്ചിയിൽ എന്താണോ ആവശ്യം, അതായത് ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി കൊച്ചിയുടെ വികസനത്തിന്, കൊച്ചിയുടെ നിലനിൽപ്പിന് ആവശ്യം എന്താണോ ആ പദ്ധതി അവർ പറയുന്ന, അതായത് ആ നിലനിൽപ്പിന് ആവശ്യമായ പദ്ധതി എന്താണോ പറയുന്നത്, അത് എത്ര കോടി രൂപയാണെങ്കിലും ചെലവഴിച്ചുകൊണ്ട് അത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നടപ്പാക്കുമെന്ന് ആർജവത്തോടെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും അതൊരു അതിശയോക്തിയായിട്ട് കാണുന്നു. ഒരിക്കലും അതൊരു അതിശയോക്തിയല്ല. ഞങ്ങൾ കിഴക്കമ്പലത്ത് തെളിയിച്ചിരിക്കുന്ന കാര്യമാണത്. അപ്പോൾ അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല. ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. വാക്ക് മാറാത്തൊരു ഇതാണ്. നമ്മൾ ഒരു വാക്കും കാറ്റിൽ പറത്തത്തില്ല. അത് ഉറപ്പായിട്ടും ചെയ്യുന്ന കാര്യം. ആ ഉറപ്പാണ് ഞങ്ങളിൽ ഓരോരുത്തരും സാബു എം ജേക്കബ് തന്നിരിക്കുന്നത്. ഷീല ടീച്ചർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, ജയിച്ചു വരികയാണെങ്കിൽ ഡിവിഷന് വേണ്ടി, ഇപ്പൊ സാബു എം ജേക്കബ് എന്ന് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ
ഈ ഡിവിഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വല്ല പദ്ധതിയും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? പ്രത്യേകമായിട്ട് ഈ ഡിവിഷനിൽ ഞങ്ങൾ ഓരോ വീടുകളും കയറുമ്പോഴും ഓരോ വഴികളിലും കയറുമ്പോഴും അതിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങൾ കാണുന്നതാണ്. ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതായിരിക്കും. നമ്മളുടെ ജനങ്ങളുടെ ആ ഓരോ ഇടവഴി കയറുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം നമുക്ക് നാറിയിട്ട് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വഴികളാണ്. ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഞങ്ങൾ എപ്പോഴും പറയും എന്തൊരു അവസ്ഥയാണ്, ആ ഒരു അവസ്ഥ ഞങ്ങൾ മാറ്റിയെടുക്കും. 2 പ്രബല മുന്നണികളോടും പിന്നീട് ഒരു NDA എന്ന് പറയുന്ന 3 മുന്നണിയുണ്ട്. അതായത് പ്രബല മുന്നണി എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ പ്രബല മുന്നണികൾ LDF-ഉം UDF-ഉം ആണ്. NDA-യും ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ 3 മുന്നണികളോടും എതിരിട്ടിട്ട് വേണം 2020 സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരാൻ. ആ വെല്ലുവിളി തരണം ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? എന്താ ജനാധിപത്യ രാഷ്ട്രമാണിത്. നമുക്ക് എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്. ഞങ്ങൾ ആരോടും എതിരിട്ടിട്ടൊന്നുമല്ല. ഞങ്ങൾ ഒരു നന്മയുടെ പ്രസ്ഥാനം വരണം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ജനങ്ങൾ കണ്ണു തുറന്നാൽ അത് നടന്നിരിക്കും. ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഓരോ വീടുകളിലേക്ക് അറിയുമ്പോഴും ജനങ്ങളുടെ ആ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. ഞങ്ങൾ ആരോടും എതിരിടാനൊന്നും വരുന്നില്ല. ഞങ്ങൾക്ക് ആരോടും മത്സരത്തിൽ ഒരാളെ ജയിക്കുള്ളൂ. ഇപ്പൊ ഒരു സ്പോർട്സ് ആയാലും ഒരാളെ ജയിക്കുള്ളൂ. ജയിച്ചാലും തോറ്റാലും നമ്മൾ പിന്നീടും കാണേണ്ട ആൾക്കാരാണ്. അല്ലാതെ ആരോടും ഞങ്ങൾക്ക് എതിരൊന്നുമില്ല. ഞങ്ങളൊരു ജനങ്ങളുടെ നന്മയ്ക്കായി ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു LDF-നോടോ UDF-നോടോ NDA-നോടോ ഒരു വഴക്കുമില്ല, എതിർപ്പും. എന്ത് വന്നാലും ഈ ഡിവിഷനിൽ നിന്ന് 2020 സ്ഥാനാർത്ഥിയായി ഷീല ടീച്ചർ ജയിച്ചിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഷീല ടീച്ചർക്കുണ്ട്. ഈ ജനങ്ങളോടൊപ്പം ചെല്ലുമ്പോഴുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഇനി നമ്മൾക്കറിയില്ല ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് എന്താണെന്ന് നമുക്ക് പറയാം. പ്രതികരണത്തിൽ നമുക്ക് 100% ഉറപ്പാണ് നമ്മൾ ജയിക്കുമെന്ന്. പക്ഷേ നമുക്ക് ആർക്കും മനസ്സിൽ കയറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പ്രതികരണത്തിൽ നിന്ന് 100% ഉറപ്പാണ് ജയിക്കുമെന്നുള്ളത്. അങ്ങനെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, ഞങ്ങളിവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ ഞങ്ങളുടെ കന്നി ഇലക്ഷനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പൊ ഞങ്ങൾ ആരോടും എതിർക്കാനൊന്നുമല്ല വന്നേക്കണം. ഒരു പാർട്ടിനോട് ഞങ്ങൾക്ക് എതിർപ്പുമില്ല, ഒന്നുമില്ല. നമ്മൾ ഈ മത്സരം കഴിഞ്ഞാൽ ഇനിയും കാണേണ്ട ആൾക്കാരാണ്, അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സൗഹൃദ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കും, സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞാലും നമ്മുടെ സൗഹൃദം എല്ലാവരും എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷീല ടീച്ചർ എന്ന് വിളിക്കുന്ന ഷീല ഗ്രേസ് ഈ ഡിവിഷനിൽ, അതായത് 76-ാം ഡിവിഷൻ വെളി ഡിവിഷനിൽ നിന്ന് 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഷീല ടീച്ചർ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ പ്രതികരണം ഷീല ടീച്ചറിന് അനുകൂലമാണ് എന്നാണ് ഷീല ടീച്ചർ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.